ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഒരു ഇടവേളയ്ക്കു ശേഷം കേരള സമൂഹം ചർച്ച ചെയ്യുകയാണ്. ഇപ്പം നവകേരള യാത്രക്കിടയിൽ ആലപ്പുഴയിൽ വെച്ചാണ് ഒരു അതിക്രമ സംഭവം ഉണ്ടായത്. അതിനെ മുൻപത്തെ മുഖ്യമന്ത്രി, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഒരു രക്ഷാപ്രവർത്തനമായിട്ടാണ് അതിനെ വിലയിരുത്തിയത്. തനിക്ക് നേരെ അതിക്രമിക്കാൻ വേണ്ടി കുറച്ചുപേര് വന്നപ്പോൾ തന്റെ ഗൺമാൻമാർ അവരെ തടഞ്ഞു. അതൊരു രക്ഷാപ്രവർത്തനമായിട്ടാണ് തനിക്ക് തോന്നിയത്. മറ്റു കാര്യങ്ങളൊന്നും താൻ കണ്ടില്ല. അങ്ങനെയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി അന്നും ഇന്നും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു സർക്കാർ മാറി വന്നു. ആ സർക്കാർ മാറി വന്ന ആദ്യ മന്ത്രിസഭയിലെടുത്ത തീരുമാനമായിരുന്നു നവകേരള യാത്രക്കിടയിലുണ്ടായ അന്നത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ആ രക്ഷാപ്രവർത്തനത്തിൽ ഒരു പുനരന്വേഷണം വേണം എന്ന് പറഞ്ഞു. ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ അതിന് തൊട്ട് പിന്നാലെ തന്നെ അതിനെ അന്വേഷിക്കാൻ വേണ്ടി ഒരു SIT രൂപീകരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുകയാണ്. അവർ വളരെ പെട്ടെന്ന് അന്വേഷണം നടത്തുന്നു, അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വാർത്ത, ഈ നവകേരള യാത്രക്കിടയിൽ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഗൺമാൻമാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച കോടതിയുടെ പരിഗണനയിലേക്ക് എത്തും. അമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും തത്സമയം. അമൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്രതികളൊക്കെയും ഇപ്പോഴും ഒളിവിലാണ്. എപ്പോഴും കോടതിയിൽ നിന്ന് എന്തൊക്കെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കണം? സേതു, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ അത് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആലപ്പുഴയുടെ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള AD തോമസിനടക്കം ഈ നവകേരള യാത്രയുടെ ഭാഗമായിട്ട് കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ഈ ഗൺമാന്മാരുടെ ലാത്തിയുടെ പ്രഹരം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, തലപൊട്ടി ചോരയൊലിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അധികാരത്തിൽ എത്തിയതിനെ തുടർന്ന് തന്നെ ഇവർക്കെതിരെ ശക്തമായ ഒരു നടപടി വേണമെന്ന് ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ന് മാത്രമല്ല സംസ്ഥാനത്തുടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. അത് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനമേറ്റതിനു ശേഷവും VD സതീശന്റെയും നിലപാട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അടക്കം ഈ ഒരു കേസിന്റെ അന്വേഷണത്തിന് നിയോഗിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാന്മാരായിരുന്ന 5 പേർ, അതായത് അരുൺ, വിപിൻ, ഷൈജു, അനിൽകുമാർ, സന്ദീപ് എന്നിവർക്ക് എതിരെ ശക്തമായ നടപടിയുമായി കേരള പോലീസ് മുന്നോട്ട് പോവുകയും ആദ്യഘട്ട നടപടിയെന്ന പേരിൽ പ്രാഥമികമായി ഇവരെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവർ കോടതിയിൽ ഹാജരാകുവാൻ വേണ്ടി കോടതിയിൽ വളപ്പിലടക്കം എത്തിയതാണ്. അപ്പോഴാണ് ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നു എന്നൊരു കാര്യം വന്നതോടെ കോടതി വളപ്പിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥരെല്ലാം ഒളിവിൽ പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ നൽകിയ വാർത്തയാണ് ഈ ഉദ്യോഗസ്ഥരുടെ ആരുടെയും മൊബൈൽ ഫോൺ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത്. അത്തരത്തിൽ ഒളിവിൽ നിൽക്കുമ്പോഴാണ് മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും ആലപ്പുഴ സെഷൻസ് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നതെന്നും പ്രത്യേകം കാണേണ്ടതുണ്ട്. എന്തായിരിക്കും കോടതിയുടെ ഈ ഒരു വിഷയത്തിലുള്ള തീരുമാനമെന്നത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അതീവ നിർണായകമായൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഉദ്യോഗസ്ഥരെയെല്ലാം രാഷ്ട്രീയമായിട്ട് വേട്ടയാടുകയാണ് എന്ന് CPM നേതാക്കൾ EP ജയരാജനെ പോലുള്ള നേതാക്കന്മാരടക്കം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. കേരളത്തിലുടനീളം മുൻപ് ഇത്തരത്തിൽ മർദ്ദനം നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭീഷണി അടക്കം നിലനിൽക്കുന്ന സാഹചര്യവും നമ്മൾ ഇപ്പോൾ വായിക്കേണ്ടതുണ്ട്. സേതു.